കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു സാമ്പാറാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെണ്ടയ്ക്ക സാമ്പാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. 5 വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയും ക്യൂബ്സ് പീസുകളാക്കി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിന് ആവശ്യത്തിനുള്ള പരിപ്പ് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനായി 1/4 കപ്പ് തുവരപ്പരിപ്പ് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒരു 3 കപ്പ് കണക്കിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഈ സമയം വെണ്ടയ്ക്ക സാമ്പാർ തയ്യാറാക്കുവാനായിട്ട് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ ഇത് ചെയ്താൽ മതിയാവും. കൂടുതൽ തീയിട്ട് വഴറ്റിയാൽ വേഗം കരിഞ്ഞു പോകും. ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് മാറുന്ന വരെ ഇതുപോലെ പതുക്കെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൂടാതെ ഈ വെണ്ടയ്ക്ക നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് മൂത്ത് പോയതൊന്നുമല്ല. ഈ ഒരു പരുവാകുമ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഇനി സാമ്പാർ പൊടി ചേർക്കാൻ പോവുകയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിനു മുമ്പ് സാമ്പാർ പൊടി എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. ആ രീതിയിൽ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുകയാണ്. സാമ്പാറിന് വേണ്ട മറ്റു പൊടികളെല്ലാം ഈ സാമ്പാർ പൊടിയിലുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് മല്ലിപ്പൊടിയോ മറ്റുള്ള അങ്ങനെയുള്ള പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ടതായിട്ടില്ല. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. സാമ്പാർ പൊടിയിൽ നമ്മൾ കായം ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ കണക്കിനുള്ള കായം ഞാൻ ഇതിൽ ചേർക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാമ്പാർ പൊടിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നന്നായിട്ട് വറുത്തിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഇനിയും റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു അല്പം നേരം ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഇനി കുറച്ച് പുളിവെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 10 ഗ്രാം പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൽ നിന്നും ഒരല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഈ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പിൽ നമ്മൾ സവാളയും കറിവേപ്പിലയും അതുപോലെ അരിഞ്ഞ പച്ചമുളകും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തതാണ്. ഇനി ഇത് ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സാമ്പാർ നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാനൊരു അല്പം മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില സാമ്പാറിനിടുന്നത് നല്ല മണമൊക്കെ ലഭിക്കുവാനായിട്ട് നല്ലതാണ്. എന്നാൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നുമില്ല. ഇനി ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ചെറിയൊരു കടായി എടുത്ത് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്.
അതുപോലെ ബാക്കിയുള്ള കറിവേപ്പില ഒരു തണ്ട് അതിലേക്കിട്ടു. ഒരു 2 or 3 ഈ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് സാമ്പാറിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയം ഈ ഉലുവ പൊടിച്ചത് ചേർക്കുന്നതും നല്ല ഫ്ലേവറാണ്. ഞാനെന്നാൽ ഇതിലിപ്പോൾ ഉലുവ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ പൊടിയിലും ഉലുവയുണ്ട്, അതുകൊണ്ടാണ് ഇനിയും പൊടി ചേർക്കാതിരുന്നത്. ഇപ്പോൾ ഒരു അടിപൊളി വെണ്ടയ്ക്ക സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.